ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. മാറ്റർ വേവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ദ ഡിബ്രോയ് വേവ് ലെങ്ത് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ഈസ് എക്സ് ഇൻറ്റു 10⁻⁻12. ആ എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഡിബ്രോയ് വേവ് ലെങ്ത് ആണ്, ടെമ്പറേച്ചറിന്റെ ടേംസിലാണ് വേണ്ടത്. ആൻഡ് ദ മാസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിബ്രോയ് വേവ് ലെങ്ത്തിന്റെ ഫോർമുല അറിയാം. എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി ആണ്. ഓക്കെ, ഇനി നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യും. കൈനറ്റിക് എനർജി ആണെങ്കിൽ നമ്മൾ അതിന്റെ ടേംസിലേക്ക് മാറ്റും, പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിന്റെ ടേംസിലേക്ക് മാറ്റും. ഇവിടെ ടെമ്പറേച്ചറിന്റെ ടേംസിലേക്കാണ് മാറ്റേണ്ടത്. ആൻഡ് സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ മൊമെന്റം. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ഓർ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എം ഇൻറ്റു കൈനറ്റിക് എനർജി ഓർ മൊമെന്റം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു എം ഇൻറ്റു കൈനറ്റിക് എനർജി. അപ്പോൾ മൊമെന്റത്തിന് പകരം നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെയർഫോർ മൊമെന്റത്തിന് പകരം റൂട്ട് ഓഫ് 2 ഇൻറ്റു എം ഇൻറ്റു കൈനറ്റിക് എനർജി. പക്ഷെ നമുക്ക് കൈനറ്റിക് എനർജി അല്ല വേണ്ടത്, ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്യാം. നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു ഗ്യാസിന്റെയും ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല 3/2 kBT. ആ വാല്യൂ കൂടി നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. എല്ലാ ഗ്യാസുകളുടെയും ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? 3/2 kBT. ആ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ റിലേഷൻ കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു എം ഇൻറ്റു കൈനറ്റിക് എനർജിക്ക് പകരം 3/2 kBT എന്ന് എഴുതാം. അതിൽ ഈ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3m kBT. അപ്പം നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി? ടെമ്പറേച്ചറിന്റെ ടേംസിലുള്ള വേവ് ലെങ്ത്തിന്റെ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഇനി ഓരോന്നിന്റെ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എല്ലാ ഡാറ്റ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore lambda is equal to hന്റെ വാല്യൂ 6.6 into 10⁻⁻34 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 ഇൻറ്റു എം എന്ന് പറയുമ്പോൾ ആ ഓക്സിജന്റെ മാസ് ആണ്. അത് ക്വസ്റ്റിൽ ഡാറ്റ തന്നിട്ടുണ്ട് 5.31 ഇൻറ്റു 10⁻⁻26 ഇൻറ്റു അതിനുശേഷം പിന്നെന്താ ഉള്ളത്? കെ ബി. ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1.38 ഇൻറ്റു 10⁻23 ഇൻറ്റു ഫൈനലി ടെമ്പറേച്ചർ ആണ്. ഇവർ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നത്. നമുക്കറിയാം കെൽവിൻ ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ 273 അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 300 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ കാൽക്കുലേഷന്റെ ഭാഗം നമ്മൾ ചെയ്തു നോക്കിയാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 6.6 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ നമ്മൾ ഡിനോമിനേറ്റർ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും എന്നറിയോ? 660 ഇൻറ്റു 10⁻⁻48 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 6.6 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ 625ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 25 ആണ്. അപ്പോൾ ഇത് 25 പോയിന്റ് സംതിങ് വരും. 660ന്റെ റൂട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 25.6 എന്ന് കിട്ടും. 10⁻⁻48ന്റെ റൂട്ട് മീൻസ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് -24 വരും. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.26 ഇൻറ്റു 10⁻⁻10 ഓക്കെ, ഓർ 26 ഇൻറ്റു 10⁻⁻12 ആണ്. ഇവർ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് ഡാഷ് ഇൻറ്റു 10⁻⁻12 ആണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? 26 ആണ്. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിന്റെ വാല്യൂ ആണ് അവർ ചോദിച്ചത്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 26 ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.